ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ BLO ഓഫീസർമാർ വന്ന് എന്യൂമറേഷൻ ഫോം തന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തവരായിരിക്കും അധിക പേരും. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഫോം കറക്റ്റായിട്ട് അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും. ഇതിനായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ തന്നെ വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ നമ്മുടെ ഫയലുകൾ അതിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും. ഇല്ല എങ്കിൽ നമ്മുടെ BLO ഓഫീസർമാരെ വിളിച്ച് നമുക്കത് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോമിലാണ് ഞാനിവിടെ ചെക്ക് ചെയ്യുന്നത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമ്മളിവിടെ മുകളിലായിക്കൊണ്ട് തന്നെ ECI എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് വെബ്സൈറ്റുകൾ കാണാൻ വേണ്ടി സാധിക്കും. നമുക്കിവിടെ ഹോം പേജ് എന്ന് പറഞ്ഞുകൊണ്ട് മുകളിൽ കാണുന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് കയറേണ്ടത്. ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. കണ്ടില്ലേ, ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ലോഗിൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ഒരു ക്യാപ്ച ഉണ്ട്. ഈ ക്യാപ്ച നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ റിക്വസ്റ്റ് OTP എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ OTP എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 6 OTP ഇവിടെ വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ OTP വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള OTP ഞാനിവിടെ എൻ്റർ ചെയ്തു. അതിന് ശേഷം വെരിഫൈ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. അതിനുശേഷം നമുക്ക് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സർവീസ് എന്നതിൽ ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഗ്രീൻ കളറിൽ കാണുന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇതുപോലൊരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഈ ഒരു ആരോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് നമ്മളെ സ്റ്റേറ്റ് എന്ന് നോക്കാം. കേരളം ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മുടെ എപ്പിക് നമ്പർ, അതായത് നമ്മുടെ ID കാർഡിൻ്റെ നമ്പർ, അതായത് നമ്മുടെ ഈ ഒരു എലിമിനേഷൻ ഫോമിൻ്റെ സൈഡിലായിക്കൂടെ നമ്മുടെ പേരിൻ്റെ താഴെ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എപ്പിക് നമ്പർ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു നമ്പർ നമ്മളിവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആയിക്കൊണ്ട് തന്നെ ഞാനിവിടെ എൻ്റെ എപ്പിക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ സെർച്ച് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോം സബ്മിറ്റ് ആണ് എങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും താഴെ കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോം സബ്മിറ്റ് ആണ് എങ്കിൽ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. യുവർ ഫോം ആൽറെഡി ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കൂടാതെ നമ്മൾ ഏത് നമ്പർ കൊടുത്തിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ഒരു നമ്പറും കാണാൻ വേണ്ടി സാധിക്കും. ഇനി കൂടുതൽ ഡീറ്റെയിലിനായിട്ട് നമ്മുടെ BLOയെ കോൺടാക്ട് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പർ രജിസ്റ്റർ ആണ്. അല്ല എങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ആവാത്ത നമ്പർ ആണെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിലൂടെ സബ്മിറ്റ് ആയിട്ടില്ല എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള എലിമിനേഷൻ ഫോമുകളൊക്കെ ഇതുപോലെ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അവിടെ ഒന്നുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറി പോകുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരേക്കും. എല്ലാവർക്കും ബൈ.